മാധ്യമപ്രവർത്തകൻ എ സജീവൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ എ സജീവൻ, ഇപ്പോൾ ഈ നിലമ്പൂർ ഇലക്ഷനുമായി ബന്ധപ്പെട്ട ശശി തരൂർ ഇത്തരത്തിൽ പരസ്യമായ ഒരു അതൃപ്തി തുറന്നു പറയുമ്പോൾ എങ്ങനെയാകും അത് കോൺഗ്രസ് നേതൃത്വത്തിനെ വെട്ടിലാക്കുക? സ്വാഭാവികമായിട്ട് നമുക്കറിയാമല്ലോ, തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു, വോട്ടെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗം പ്രത്യേകമായിട്ട് അദ്ദേഹത്തിന്റെ കൃത്യമായിട്ട് ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ അവസ്ഥയും അറിയാം. അദ്ദേഹം നരേന്ദ്രമോദിയുടെ ഒരു ദൂതനായിട്ട് ആണ് വിദേശത്ത് പോയെന്ന് കോൺഗ്രസുകാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലത്താണ് അദ്ദേഹം പറയുന്നത് എന്നെ ഈ നിലമ്പൂരിലേക്ക് പ്രചരണത്തിന് ക്ഷണിച്ചില്ല എന്നുള്ളത്. സ്വാഭാവികമായിട്ടും ഒരു തിരിച്ചടി ഉണ്ടാക്കുമോ എന്നുള്ളതിനേക്കാൾ കൂടുതൽ കുറെയൊക്കെ കോൺഗ്രസുകാർക്കിടയിൽ കുറച്ചാളുകൾക്കിടയിലെങ്കിലും അതൃപ്തി ഉണ്ടാക്കാനുള്ള ഒരു കാര്യം. കാരണം ശശി തരൂർ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് താൻ സർക്കാരിന്റെ ദൂതുമായിട്ട് അല്ലെങ്കിൽ രാജ്യത്തിന്റെ സർക്കാരിന്റെ ദൂത് എന്നതിനേക്കാൾ അദ്ദേഹം പറയുന്ന രാജ്യത്തിന്റെ ദൂതുമായിട്ട് വിദേശങ്ങളിലേക്ക് പോയത്. അത് പാകിസ്ഥാനുമായിട്ടുള്ള ഈ സംഘർഷത്തിൽ നമ്മുടെ നിലപാട് എന്തായിരുന്നു, രാജ്യത്തിന്റെ നിലപാട് എന്തായിരുന്നു എന്നും നമ്മൾ ഇതുവരെ ചെയ്ത കാര്യങ്ങൾ എന്താണെന്നും ലോകത്തെ അറിയിക്കാൻ വേണ്ടിയാണ്. അതൊരു ഇന്ത്യൻ പൗരന്റെ കർത്തവ്യം എന്ന നിലയിലാണ് ഞാൻ പോയത് എന്ന് ശശി തരൂർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ ശശി തരൂരിനെ അദ്ദേഹം അങ്ങനെ പോയത് നരേന്ദ്രമോദിയുടെ ആളായിട്ടാണ്, നരേന്ദ്രമോദിയുടെ താല്പര്യത്തിന്റെ ഭാഗമായിട്ടാണ് എന്നൊക്കെ വരുത്തി തീർക്കാൻ ശ്രമിച്ചിട്ടുള്ളത് കോൺഗ്രസുകാരാണ്. അവിടെ കോൺഗ്രസ് ഹൈക്കമാൻഡ് തന്നെ അദ്ദേഹത്തെ കാണാൻ വിമുഖത കാണിച്ച കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോ ഇവിടെ നിലമ്പൂരിലേക്ക് അദ്ദേഹത്തിന്റെ പേര് പട്ടികയിലൊക്കെ ഉൾപ്പെടുത്തി എന്ന് പറയുമ്പോൾ സാങ്കേതികമായിട്ട് ഉൾപ്പെടുത്തലാണ്. അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവരിക എന്ന് പറയുന്നത് ശശി തരൂരിനെ പോലുള്ള വളരെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുന്ന, ശക്തമായിട്ടും കാര്യങ്ങൾ പറയാൻ പറ്റുന്ന, അതിനേക്കാളൊക്കെ അപ്പുറത്ത് കുറെ കൂടി ജനകീയത ഉള്ള ഒരു നേതാവിനെ നിലമ്പൂരിലുള്ള ഒരു അതിശക്തമായിട്ട് പോരാട്ടത്തിനിടയിൽ കൊണ്ടുവരേണ്ടത് കോൺഗ്രസുകാരുടെ കർത്തവ്യമായിരുന്നു. അവർ പക്ഷെ ഭയന്നത് ശശി തരൂർ വന്നു കഴിഞ്ഞാൽ ഇത് BJPയുടെ ആളാണ്, പ്രതിനിധിയാണ് എന്ന രീതിയിലുള്ള ഒരു പരാമർശം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ തോന്നൽ ഈ മുസ്ലിം വിഭാഗത്തിനിടയിൽ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്, തിരിച്ചടിയാകുമെന്നാണ് അവർ കരുതിയിട്ടുണ്ടാവുക. സ്വാഭാവികമായിട്ടും അതുകൊണ്ടാണ് ശശി തരൂരിനെ ഈ പ്രചരണ രംഗത്തേക്ക് കൊണ്ടുവരാതിരുന്നത്. അല്ലെങ്കിൽ ശശി തരൂരിനെ പോലെ അദ്ദേഹം പ്രവർത്തക സമിതി അംഗമാണ്. പ്രവർത്തക സമിതി അംഗങ്ങൾ ഇവിടെ എത്തുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. അത് മാത്രമല്ല ഈ നമ്മുടെ സംസ്ഥാനത്തുള്ള MP ആണല്ലോ. അങ്ങനെ പല രീതിയിൽ അദ്ദേഹത്തിന് ഇവിടെ വരാനുള്ള സാധ്യതയുണ്ട്. അദ്ദേഹത്തെ കൊണ്ടുവരേണ്ട കർത്തവ്യം കോൺഗ്രസുകാർക്കുണ്ട്. പക്ഷെ അവർ കൊണ്ടുവരാത്തതിനൊക്കെ അവരെ കുറ്റം പറഞ്ഞില്ല, അവരുടെ ഭയമാണ്. കാരണം മുസ്ലിം വോട്ടുകൾ കിട്ടാതായി പോവാൻ ശശി തരൂരിന്റെ സാന്നിധ്യം വഴിവെക്കുമോ എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ശശി തരൂർ പ്രതികരിക്കാൻ പറ്റുന്ന ഒരു അവസരത്തിൽ പ്രതികരിച്ചു. കാരണം തന്നെ ക്ഷണിച്ചില്ല എന്നുള്ള കാര്യം അദ്ദേഹം കുറെ ദിവസം കഴിഞ്ഞ് പറയുന്നതിനേക്കാൾ ഈ ഘട്ടത്തിൽ തന്നെ പറയുകയാണ് അദ്ദേഹത്തിന് ഒരു മൈലേജ് കിട്ടുന്ന കാര്യം. സ്വാഭാവികമായിട്ടും അത് കോൺഗ്രസിനെ ആ രീതിയിൽ വെട്ടിലാക്കും. ഇനി അതിനൊത്തുന്ന ഉത്തരം ഈ തെരഞ്ഞെടുപ്പിന്റെ രംഗത്ത് എത്രമാത്രം സ്വാധീനിച്ചാലും വോട്ടെടുപ്പിനെ എത്രമാത്രം ബാധിച്ചാലും ഇതിനൊരു ഉത്തരം പറയേണ്ട കർത്തവ്യം കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വത്തിന്റെ മുന്നിലാണ് ഉണ്ടാവുക, ചുമതലയിലാണ് ഉണ്ടാവുക. അവരത് എന്ത് പറയും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ നമ്മൾ അറിയേണ്ട കാര്യം. പക്ഷേ അതിനുശേഷം വന്നൊരു പ്രതികരണത്തിൽ, അതായത് ഈ താരപ്രചാരകരുടെ ലിസ്റ്റിൽ ശശി തരൂരിന്റെ പേരുണ്ടായിരുന്നു, എന്നാൽ ആ ഒരു ലിസ്റ്റിൽ പേരുണ്ടായിട്ട് മാത്രം കാര്യമുണ്ടോ? ഈ ശശി തരൂർ പറയുന്നൊരു കാര്യമുണ്ട്, അതായത് ഒരു പരിപാടി സംഘടിപ്പിച്ച് അവിടെ എവിടെയൊക്കെ ഈ ഇത്തരത്തിൽ പ്രഭാഷണം നടത്തണം, എവിടെയൊക്കെ ഏതൊക്കെ പരിപാടിയാണ് പങ്കെടുക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചാർട്ട് ചെയ്തതിനു ശേഷം അറിയിക്കുകയാണ് സാധാരണ രീതിയിൽ ചെയ്യുന്നത്. അത്തരത്തിൽ ഈ ലിസ്റ്റിൽ പേരുണ്ടാവുകയും എന്നാൽ ഇത്തരത്തിൽ പരിപാടികളിലേക്ക് ക്ഷണിക്കാതിരിക്കുകയും ചെയ്തത് അത് കോൺഗ്രസിന്റെ മനഃപൂർവ്വമായുള്ളൊരു ലൈനാക്കി കാണാൻ പറ്റുമോ? തീർച്ചയായിട്ടും വളരെ കൃത്യമായിട്ട് ബോധപൂർവം ചെയ്ത കാര്യമാണ്. നമ്മളിപ്പോ താരപ്രചാരകനായിട്ട് അദ്ദേഹത്തെ വെച്ചിട്ട് അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്കൊന്നും ഈ രംഗത്തേക്ക് അടുപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ, ഇപ്പൊ സൂപ്പർ സ്റ്റാർ ആയിട്ട് മോഹൻലാലിനും മമ്മൂട്ടിയൊക്കെ സൂപ്പർ സ്റ്റാർ ആണെന്ന് പറയുന്നു, പക്ഷെ ഒരു സിനിമയും കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ സൂപ്പർ സ്റ്റാർ എന്ന വാക്കിന് അർത്ഥമില്ലല്ലോ. അതേപോലെ കോൺഗ്രസിന്റെ താരപ്രചാരകനാണ് എന്ന് പറഞ്ഞിട്ട് ഈ ഭാഗത്തേക്ക് അടുപ്പിക്കാതിരിക്കുക, വരേണ്ടെന്ന് പരസ്യമായി പറയുന്നില്ല, പക്ഷെ അടുപ്പിക്കാതിരിക്കുന്ന ഒരു കാര്യം. കാരണം അദ്ദേഹത്തിന് വരണമെങ്കിൽ സ്വാഭാവികമായിട്ടും എവിടെയൊക്കെയാണ് പരിപാടികളുള്ളത് ചാർട്ട് ചെയ്തിട്ട് അത് അദ്ദേഹത്തിന് കൊടുക്കണം. ഇന്ന ദിവസങ്ങളിൽ ഇന്ന സ്ഥലങ്ങളിൽ നിലമ്പൂരിന്റെ ഇന്ന പരിപാടികളിൽ താങ്കൾ പങ്കെടുക്കണം എന്ന് പറയുമ്പോഴാണല്ലോ അദ്ദേഹം വരിക. താരപ്രചാരകന്മാരെല്ലാവരും അങ്ങനെയാണ് വരിക. വെറുതെ വന്നിട്ട് മണ്ഡലത്തിൽ എനിക്ക് അവസരമുണ്ടോ എന്ന് ചോദിച്ചിട്ട് നിൽക്കില്ല. അവർക്ക് കൊടുക്കേണ്ട ഒരു ചുമതലയുണ്ട്. ആ ചുമതല വളരെ വ്യക്തമായിട്ട് ഇന്ന ദിവസം ഇന്ന പരിപാടി ഇന്ന സമയത്ത്
എന്ന് കൊടുക്കണം. അത് കൊടുക്കാതിരുന്നു, വെറുതെ പട്ടികയിൽ പേര് വെച്ചിട്ട് കൊടുക്കാതിരുന്നു എന്നതിനർത്ഥം ശശി തരൂർ ഇങ്ങോട്ടേക്ക് വരേണ്ട എന്ന് വളരെ കൃത്യമായ ബോധ്യത്തോടു കൂടിയിട്ടാണ്, ആ ഒരു സന്ദേശം തന്നെയാണ് അത്. സത്യത്തിൽ അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാകാവുന്ന, അത് പരസ്യമായി കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന തിരിച്ചടികളെ കുറിച്ചുള്ള ഒരു ബോധ്യമില്ലാത്തത് കൊണ്ടാണ് കോൺഗ്രസ് നേതൃത്വം അങ്ങനെ ചെയ്തതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശരി സാർ, വളരെയധികം നന്ദി പ്രതികരണത്തിൽ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.